അഖിലിനെ കൂട്ടിയിട്ട് ഇപ്പൊ വരാമെന്ന് അഭിചേട്ടൻ അവിടെ വെച്ച് ഫോൺ ചെയ്ത് പറഞ്ഞതല്ലേ? എന്താ ഇത്ര താമസിക്കുന്നമ്മേ? അല്പസമയത്തിനുള്ളിൽ വരും ദമയന്തി. ഇനിയും എത്ര നേരമാ ചേട്ടാ? നിനക്ക് അത്രയ്ക്ക് ധൃതിയായിരുന്നെങ്കിൽ സ്റ്റേഷനിലേക്ക് കൂടെ പോയിക്കൂടായിരുന്നോ? ആ, ഞാനും ശിവാനും സ്റ്റേഷനിൽ പോവാൻ തീരുമാനിച്ചിരുന്നതാ. പക്ഷെ വസു ചേച്ചി പോണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാ പോവാത്തെ. അവൾ ഇന്നലെ രാത്രി അങ്ങനെ പറഞ്ഞത്, പക്ഷെ രാവിലെ ഒന്നും പറഞ്ഞില്ലല്ലോ. എടി ശിവാനി, അഖില് വന്ന ഉടനെ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞേക്കണം. അതൊന്നും ശരിയാവില്ലമ്മേ. ആ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്താലേ അഖിലിനോട് നിനക്ക് എത്രമാത്രം സ്നേഹം ഉണ്ടെന്ന് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാകൂ. ആദ്യം നിന്റെ മുത്തശ്ശിക്ക് മനസ്സിലാകണം. ശരിയമ്മേ. 24 മണിക്കൂറും അഖിലേട്ടൻ സ്റ്റേഷനിലായിരുന്നു. പാവം, എന്തുമാത്രം വിഷമിച്ചിരിക്കും ചേച്ചി. ചെയ്യാത്ത കുറ്റത്തിന് അഖില ശിക്ഷ അനുഭവിച്ചിരിക്കുക. എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് അറിയില്ല. അഖിലിനെ പറ്റി നിങ്ങൾ എന്തിനാ വിഷമിക്കുന്ന ചേച്ചി? ഞങ്ങളല്ലേ വിഷമിക്കേണ്ടത്. അഖിലിനെ കുറിച്ച് ആലോചിക്കേണ്ട ചുമതല ഇവിടെ എല്ലാവർക്കും ഉണ്ട് ദമയന്തി. നീ ആവശ്യമില്ലാത്തൊന്നും പറയാതെ. ഇതാ ഈ നന്ദിനി കാരണമല്ലേ അഖിൽ അറസ്റ്റായി ജയിലിൽ പോയത്. എന്തിനാ വീണ്ടും ഈ വിഷയം തന്നെ കൊണ്ടുവരുന്നത് ദമയന്തി? ആവശ്യമില്ലാതെ നന്ദിനെ വിഷമിപ്പിക്കരുത്. ആ, നന്ദിനിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ചേട്ടാ. അനിയത്തി ആയതുകൊണ്ടാണ് നിന്നെ ഞാനൊന്നും പറയാത്ത ഇപ്പോ. അഖിൽ, അമ്മേ, നിനക്ക് വിഷമമുണ്ടല്ലേ അഖിൽ? ഞാൻ കാരണം അമ്മ ഒരുപാട് സങ്കടപ്പെട്ടെന്ന് ഏട്ടനും എടുത്ത് എന്നോട് പറഞ്ഞിരുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് നീ പുറത്തേക്ക് വന്നു. ഞങ്ങൾക്കത് മതി. ഭാവനെ, നീ പോയി ആരതി തട്ടെടുത്തിട്ട് വാ. ശരി ചെല്ലു ഭാവനെ. സ്റ്റേഷനിലെ രാത്രി എങ്ങനെയാ അഖിലേ കഴിഞ്ഞത്? നിന്നെ തിരിച്ചു കാണുന്നത് വരെ എന്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ചെന്നറിയോ? ദാ ശിവാനിയെ നോക്ക്. അവള് ഭക്ഷണമോ വെള്ളമോ ഒന്നും തൊട്ടിട്ടില്ല. രാത്രി മുഴുവൻ ഉറങ്ങിയിട്ട് പോലുമില്ല. അങ്ങോട്ട് പറയടി. അതെ ഏട്ടാ, ഏട്ടനെ ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചു. ഇവളുടെ ഒരു ഓവർ ആക്ഷനും എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. വസു, അഖിലിനെ ആരതി ഒഴിയേ. ഞാൻ എന്തിനാ ചേച്ചി തന്നെ ആരതി ഒഴിയേ? വളരെ കഷ്ടപ്പെട്ട അഖിലിനെ പുറത്തിറക്കി കൊണ്ടുവന്നത് നീയും അഭിയുമാണ് മോളെ. അതുകൊണ്ട് നീ തന്നെ ആരതി ഒഴിയണം. ചേട്ടാ, വസു ചേച്ചിയോ ഭാവന ചേച്ചിയോ അല്ല, അഖിലിനെ ഞാനോ ശിവാനിയോ ആണ് ആരതി എടുക്കേണ്ടത്. നിക്ക് ദമയന്തി. വസു വന്ന് ആരതി ഒഴിയേ. ഐ എം സോറി ഏട്ടാ. ഐ എം വെരി സോറി. എന്തിനാ മോനെ സോറി? ഞാൻ കാരണം ഏട്ടനും എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു. ഇതിലെന്താ കഷ്ടമുള്ളത് അഖിൽ? നിന്റെ മേലെ കുറ്റം വന്നാ ഞങ്ങളത് നോക്കിക്കൊണ്ട് നിൽക്കുന്നാണോ? എന്നെ വിശ്വസിച്ചതിന് ഒരുപാട് താങ്ക്സ് എടുത്തി. ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു. ഉണ്ണിയെ നീയാണ് ഇടിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയാ വിശ്വസിക്കാൻ കഴിയുക മോനെ? നമ്മളെ മൂന്നുപേരെയും പിരിക്കുന്നതിന് വേണ്ടി ആരോ പ്ലാൻ ചെയ്ത പരിപാടി അഭി. വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്. നിങ്ങളുടെ 3 പേരുടെയും സ്നേഹത്തിന് മുമ്പില് നിങ്ങളെ ആർക്കും പിരിക്കാനാവില്ല. നമ്മുടെ കുടുംബത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതാരാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കണം അബി. അതെ ഏട്ടാ, എന്നോടുള്ള ദേഷ്യം കൊണ്ടാ അവൻ ഉണ്ണി അഭയപ്പെടുത്തിയെന്ന് പറയുന്നത് പച്ച കള്ളവേട്ടാ. എനിക്കും അതേ ഡൗട്ടാണ് ഉണ്ടായതൊക്കെ. പോലീസിനോട് പറഞ്ഞ അവന് നേരെ ഒരു റീ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. പോലീസ് ഒന്നും വേണ്ട, നമുക്ക് തന്നെ കാര്യങ്ങൾ അന്വേഷിക്കാം. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അവനെ എനിക്ക് വിട്ടേക്കെന്ന് പോലീസിനോടൊന്ന് പറയേട്ടാ. അവൻ ഉണ്ണിയെ കൊല്ലാനാ ശ്രമിച്ചത്. അവൻ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല.
അതെല്ലാം ഞാൻ നോക്കിക്കോളാം അഖിൽ. നീ ആദ്യം പോയി ഫ്രഷ് ആവും. അതെ അഖിലേ, നീ പോയി കുളിച്ചിട്ട് വന്നേ. അതിനിടയ്ക്ക് ശിവാനിയെ നിനക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി വെക്കും. പോ ശിവാനി, നിന്റെ കൈകൊണ്ട് ഇന്ന് അഖിലിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക്. അതൊന്നും വേണ്ട ദമയന്തി, ഭാവന ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല അമ്മേ, നിങ്ങളുടെ പേരെക്കുട്ടി വീണ്ടും ഉണ്ടാക്കി കൊടുത്തോളൂ. വീണ്ടും എന്തിനാ ഉണ്ടാക്കുന്നേ? ഭാവന പാചകം ചെയ്തു ഏടത്തിപ്പോ പറഞ്ഞു കഴിഞ്ഞല്ലോ. വെറുതെ എന്തിനാ പിന്നെ ഉണ്ടാക്കുന്നേ? നിങ്ങൾക്കെന്താ കുഞ്ഞമ്മേ അത്രയ്ക്ക് കണ്ണുകടി? നിങ്ങളോടല്ലല്ലോ ഞാൻ ജോലി ചെയ്യാൻ പറഞ്ഞത്. നിങ്ങളുടെ വഴക്കൊന്ന് നിർത്ത്. അഖിൽ, പോയി ഫ്രഷ് ആയിട്ട് വാ. ശരി അമ്മേ. സോറി അഖിലേട്ടാ. എന്തിനാ നന്ദിനി? ഏട്ടാ, ഇന്നലെ രാവിലെ എണീറ്റ ഉടനെ എന്നെയല്ലേ കണി കണ്ടത്. ഈ ദിവസം നല്ലതേ നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? പക്ഷെ ഇങ്ങനെയാ സംഭവിച്ചത്. ഐ എം വെരി സോറി. ഇല്ല നന്ദിനി, യു ഡോണ്ട് വറി. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നീയല്ല, നമുക്കറിയാത്ത ശത്രുക്കളാണ്. എത്രയും പെട്ടെന്ന് ആ ശത്രുവിനെ നമ്മൾ കണ്ടുപിടിക്കും. ഉണ്ണിയെ അപകടപ്പെടുത്തിയതിനും അഖിലിനെ ജയിലിലാക്കിയതിനും അവനുള്ള ശിക്ഷ ഞങ്ങൾ തന്നെ കൊടുക്കും. അഖിൽ വാ. അമ്മേ, എന്താ ദമയന്തി? അഖിൽ സ്റ്റേഷനിൽ നിന്ന് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വന്നതിന് വളരെ സന്തോഷം തോന്നുന്നുണ്ടമ്മേ. പക്ഷെ അഖിൽ തിരിച്ചു വരുന്നത് വരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അമ്മേ. എന്നെക്കാളും കൂടുതലായി നിങ്ങളുടെ പേരക്കുട്ടി ശിവാനി ഉണ്ടല്ലോ, അവളാണ് അഖിലിന് വേണ്ടി ഒരുപാട് വേദനിച്ചത്. ഈ കാര്യം നേരത്തെ പറഞ്ഞതല്ലേ, വീണ്ടും എന്തിനാ പറയുന്നേ? അത് പിന്നെ അമ്മേ, ശിവാനിക്ക് നമ്മുടെ അഖിലിനെ വളരെ ഇഷ്ടമാണ് അമ്മേ. അവളുടെ മനസ്സിലെ അഖിലിനോട് വളരെയധികം സ്നേഹമുണ്ട് അമ്മേ. അഖിലിനെ അവൾക്ക് ജീവനാണ്. നീ എന്താ പറയുന്നതെന്ന് തെളിച്ച് പറ ദമയന്തി. അത് ഒന്നുമില്ല അമ്മേ. അഖിലിന് ഇനിയൊരു കല്യാണം നടത്തണമെന്ന് വിചാരിക്കുന്നില്ലേ? ഈ പ്രാവശ്യം ഏത് തരത്തിലുള്ള പെണ്ണ് വരുമെന്നും അറിയില്ല. പിന്നെയും കാർത്തികയെ പോലൊരു പെണ്ണ് വന്നാലുണ്ടല്ലോ, അഖിലിനെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അഖിലിന് ശിവാനിയെ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാമേ. നീ എന്താ ഈ പറയുന്നത് ദമയന്തി? ശിവാനി ആണെങ്കിലേ നമ്മുടെ അഖിലിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കോളൂ അമ്മേ. അമ്മയുടെ കൺമുന്നിൽ വളർന്ന പെൺകുട്ടിയല്ലേ, അവളെക്കുറിച്ച് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ. അമ്മ പറയുന്ന അങ്ങനെയേ അനുസരിക്കും. എന്തായിരുന്നാലും അമ്മയുടെ പേരക്കുട്ടിയല്ലേ, രണ്ടുപേരെയും കല്യാണം കഴിപ്പിക്കാം അമ്മേ. അങ്ങനെയല്ല ദമയന്തി. എന്നെ കുഞ്ഞുനാളിലെ ദത്ത് കൊടുത്ത് ചെറിയമ്മയുടെ വീട്ടിലേക്ക് അയച്ചു. ഇത്രയും നാളും ഞാൻ കഷ്ടം മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. ഇപ്പൊ എന്റെ മകളെങ്കിലും സന്തോഷമായിട്ട് കഴിയണ്ടേ അമ്മേ? ഞാൻ അനുഭവിക്കാത്ത സന്തോഷങ്ങൾ എന്റെ മകളെങ്കിലും അനുഭവിക്കട്ടെ അമ്മേ. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ദമയന്തി. ഈ കല്യാണത്തിന് അമ്മ സമ്മതിച്ചേ പറ്റൂ അമ്മേ. ഇതുവരെ ഞാൻ വാ തുറന്ന് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ ഒരു ആഗ്രഹമെങ്കിലും നിറവേറ്റു. ഇനി അമ്മയോട് ഒന്നും ചോദിക്കില്ല. ഈ കാര്യം നീ എന്നോട് മാത്രമേ പറഞ്ഞോളൂ, അതോ വേറെ ആരോടെങ്കിലും പറഞ്ഞോ? അമ്മയോടെ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് അമ്മേ. ഞാൻ അമ്മയുടെ കാലിൽ വേണമെങ്കിലും വീഴും അമ്മേ. എന്നെ വിഷമിപ്പിക്കാതെ ദമയന്തി. വളരെ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യമാ. നീയോ ഞാനോ വിചാരിച്ച കല്യാണം നടക്കില്ല. ചേട്ടന്മാരോടും ചേച്ചിമാരോടും അമ്മ തന്നെ സംസാരിച്ച് അവരെ സമ്മതിപ്പിക്കണം അമ്മേ. അവര് മാത്രമല്ല, അഖിലിന്റെ അഭിപ്രായം ആദ്യം അറിയണം. അമ്മേ, അമ്മ പറയുകയാണെങ്കിൽ അഖില് വേണ്ടാന്ന് പറയോ? ശിവാനിയെ അഖിൽ എങ്ങനെയാ കാണുന്നെന്ന് നമുക്കറിയില്ലല്ലോ ദമയന്തി. ശിവാനിയെ കൊണ്ട് അഖിലിനെ കല്യാണം കഴിപ്പിക്കാമെന്ന് ഞാൻ പണ്ടേ വിചാരിച്ചിരുന്നതാ. 2 വർഷത്തിന് മുൻപ് ചോദിക്കാന്ന് വിചാരിച്ചപ്പോ ശിവാനി ചെറിയ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതുമാത്രമല്ല, അഖില് കാർത്തികയെ പ്രേമിച്ച് അവളെ തന്നെ കെട്ടുമെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ചോദിക്കാൻ പറ്റാതെ വന്നത്. ഞാൻ മനസ്സ് തുറന്ന് ചോദിക്കുക, ഈ കല്യാണം എന്റെ ആഗ്രഹമല്ലാതെ അമ്മയുടെ ആഗ്രഹമാണെന്ന് അഖിലിനോട് പറയൂ അമ്മേ. അഖിൽ തീർച്ചയായും സമ്മതിക്കും. അതങ്ങനെയല്ല അമ്മേ. 2 മരുമക്കളെ പുറത്തുനിന്നല്ലേ കൊണ്ടുവന്നത്. അവരെക്കാൾ എന്റെ മകൾക്ക് എന്താണ് ഒരു കുറവുള്ളത്? ശിവാനിയെ അമ്മയുടെ ചെറിയ മരുമകളായി സ്വീകരിക്കമ്മേ. അവൾ അനുസരണമുള്ളൊരു കുട്ടിയായിരിക്കും. ശരി, ഞാൻ ആലോചിച്ച് പറയാം. നീ ധൃതി പിടിച്ച് ഇതാരോടും പറയണ്ട കേട്ടോ.
ഞാൻ അമ്മയെ വിശ്വസിച്ചാ നിൽക്കുന്നത്. അമ്മയാണ് എനിക്ക് നല്ല വഴി കാണിക്കേണ്ടത്. എന്താടി നിന്റെ അമ്മയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വന്നതുപോലെ ഉണ്ടല്ലോ. ആ, മുഴുവനും ഒളിഞ്ഞെന്ന് കേട്ടു അല്ലേ? ഞാൻ മുഴുവനും കേട്ടടി. എന്റെ അമ്മ എന്റെ മകളെ ചെറിയ മരുമകളായി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ചിട്ട് പറയാന്ന് മാത്രമേ നിന്റെ അമ്മ പറഞ്ഞുള്ളൂ. ദാ നോക്ക്, എന്റെ അമ്മ ആലോചിച്ച് പറയാന്ന് പറഞ്ഞാൽ തന്നെ അത് സമ്മതിച്ചെന്ന അർത്ഥം. എന്ത് നടക്കുന്നാടി? ഇത് കല്യാണ അത്ര എളുപ്പത്തിലൊന്നും നടക്കില്ല. ആ, അതുപോട്ടെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നീ എന്നോട് പൊത്തുകൂടുന്നുണ്ടോ ഇല്ലയോ? എന്താണ് ഇത്ര സീരിയസ് ആയിട്ട് ആലോചിക്കാൻ? നിന്റെ മോള് ഈ വീട്ടിലെ മരുമകളായാലും ഇല്ലെങ്കിലും എനിക്കതിൽ നഷ്ടവും ഇല്ല ലാഭവും ഇല്ല. പക്ഷെ എന്റെ ഒപ്പം നീ നിന്നില്ലെങ്കിൽ നിനക്കത് ഉറപ്പായിട്ട് നഷ്ടം തന്നെയാണ്. നിന്റെ മകൾ ഈ വീട്ടിലെ മരുമകളാവാതെ ഞാൻ തടഞ്ഞുകൊണ്ടേയിരിക്കും. ഈ വീട്ടില് നിന്റെ അമ്മയ്ക്ക് മാത്രമല്ല, ഈ അമ്മായിക്കും പവർ ഉണ്ടടി. പക്ഷെ നീ എന്റെ കൂടെ ഒത്തുകൂടിയാലുണ്ടല്ലോ, തീർച്ചയായിട്ടും നിന്റെ മോളെ ഈ വീട്ടിലെ മരുമകളാക്കി കാണിക്കാം. നമുക്ക് രണ്ടുപേർക്കും വസുവിനെ വിരൽത്തുമ്പത്ത് നിർത്താം. നീ എങ്ങാനും പറ്റില്ലെന്ന് പറഞ്ഞ ഞാൻ വസുവിന്റെ കൂടെ ചേർന്ന് നിന്നെ എന്റെ വിരൽത്തുമ്പത്ത് നിർത്തും. നമ്മള് ബന്ധുക്കള്, നമുക്കിടയിൽ എന്തിനാ ഒരു പ്രശ്നം? നമ്മൾ രണ്ടുപേരും ചേർന്ന് ആ വസുവിനൊട്ട് പണി കൊടുക്കാം. അപ്പൊ നീ എന്റെ കൂടെ നിക്കില്ലേ? അത് ഞാൻ ഏറ്റു. ദാ നോക്ക്, ഈ ഒരു കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാ മതി. ഓ, നമ്മൾ രണ്ടുപേരും ഒന്നായെന്നുള്ള കാര്യം ആരും അറിയരുത്. എല്ലാവരുടെ മുന്നിലും നമ്മൾ വലിയ ശത്രുക്കളാണ്. ആരും ഇല്ലാത്തപ്പോഴേ ഇങ്ങനെ സ്നേഹമായിട്ട് കുഞ്ഞമ്മയും മോളുമായിട്ട് ഇരിക്കാം. അങ്ങനെ തന്നെ ആയിരിക്കും. നിന്റെ മോള് തീർച്ചയായിട്ടും ഈ വീട്ടിലെ മരുമകൾ. നീ ടെൻഷൻ ആവാതിരിക്കേ. ദാ നോക്ക്, വസുവിനോട് നിങ്ങൾ പ്രതികാരം ചെയ്യും. നിങ്ങളും സന്തോഷമായിട്ട് ഇരിക്കും കുഞ്ഞമ്മേ. ഇതുപോലെ എന്നോട് സ്നേഹത്തോടെ ഇരിക്കണേ. നിന്നോട് എനിക്ക് എന്തടി സ്നേഹം? കാർത്തിക ഇല്ലാതെ ഞാൻ തനിച്ചായതുകൊണ്ട് നിന്നെ എന്റെ കൂടെ നിർത്തുന്നു. എന്നിട്ടാ വസുവിന് പണി കൊടുക്കണം. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാനാ ഞാൻ കൈകോർത്തത്. ഈ കല്യാണം ഒന്ന് നടന്നോട്ടെ. കറിവേപ്പില പോലെ നിങ്ങളെടുത്ത് വെളിയിൽ കളയും. എന്തു പറ്റിയേട്ടാ? ഒന്നുമില്ല വസ്ത്രേ. പിന്നെന്താ ഏട്ടാ ഷർട്ട് ഇടാൻ വേണ്ടിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നത്? അത് പിന്നെ എന്റെ കൈ. കൈക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല, ഒരു ചെറിയ പിടുത്തം പോലെ. ഏട്ടൻ എങ്ങനെയൊക്കെ സംഭവിക്കാൻ? ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആളല്ലേ? ഇന്ന് കുറച്ച് പിടിയും വലിയൊക്കെ ആയതല്ലേ. അത് ശരിയാണല്ലോ. ഒരു പക്ഷെ കയ്യിൽ എന്തെങ്കിലും ചതവ് പറ്റിക്കാണും. ഇങ്ങോട്ട് കാണിച്ചേ. ഓ സോറി. ഒരുപാട് വേദനിക്കുന്നുണ്ടോ? എന്താ ഏട്ടാ ഇത്? ഈ കാര്യം നേരത്തെ പറയണ്ടേ? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവായിരുന്നല്ലോ. അത്രയ്ക്ക് വേദനയൊന്നുമില്ല. ഒരു മിനിറ്റ് ഏട്ടാ, ഐസ് ക്യൂബ്സ് കൊണ്ടുവന്ന് വേദന കുറയ്ക്കാം. അതിന്റെ കൂട്ടത്തില് പെയിൻ കില്ലർ ടാബ്ലറ്റ്സും എടുത്തിട്ട് വരാം. വസുന്ധര, ഏട്ടനെക്കാളും കൊച്ചുകുട്ടികളെ ഭേദം. എന്ത് വേദന വന്നാലും അവര് പറയും. ഇത്രയും മുതിർന്ന ആളായിരുന്നിട്ടും വേദന വന്നിട്ട് അത് മറച്ചു വെക്കുക. താനിങ്ങനെ പേടിക്കൊന്നും അറിയാന്നുണ്ടാ ഞാൻ പറയാത്തത്. ഏട്ടന്റെ വേദനയെക്കാളും എന്റെ പേടിയാണോ വലുത്? ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്, മനസ്സിലായോ? ശരി, ഓക്കെ. അയ്യോ, ഇനി വേദന കുറഞ്ഞില്ലേ? ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഒരു ഡോക്ടറിനെ പോലെ എല്ലാ ട്രീറ്റ്മെന്റും താൻ തന്നെ ചെയ്തല്ലോ. ഇനി ഹോസ്പിറ്റലിന്റെ ആവശ്യമൊന്നുമില്ല. ഏട്ടനെല്ലാം കളിതമാശയാ. ഇത്രയും വലിയ വേദന എത്രയെന്ന് പറഞ്ഞ സഹിക്കുക? അഖിലിനെ വെറുതെ വിട്ട സന്തോഷത്തില് ഞാൻ ഈ വേദന ഒന്നും അറിയുന്നില്ല. ആ ക്രെഡിറ്റ് മുഴുവൻ തനിക്കാണ് വസുന്ധര. CCTV ഫുട്ടേജ് നോക്കി ആക്സിഡന്റ് ഉണ്ടാക്കിയവൻ എസ്കേപ്പ് ആയി പോയി ഫൈൻ കെട്ടിയ കാര്യം താനാ കണ്ടുപിടിച്ച.